നമസ്കാരം. കഴിഞ്ഞ ദിവസം വന്ന ഒരു ചർച്ച, ആശങ്ക, ദേശീയപാത NH66 നമ്മുടെ ഇവിടെ പുതിയ റോഡ് ഇവിടെ ഉണ്ടായല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് പേർ സ്ഥലം വിട്ടു നൽകി, പലരുടെയും സ്ഥലത്തിൻ്റെ പകുതിയൊക്കെ വിട്ടു നൽകി, ബാക്കി അവിടെ ഉണ്ട്. പൈസ കൊടുത്തിട്ട് തന്നെ കാര്യം ശരി. ഇങ്ങനെ ദേശീയപാത നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ദേശീയപാതയോരങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, പുതിയ വീടുകൾ ഉണ്ടാക്കാൻ പാടില്ല. അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ അത് വലിയ ചർച്ചകളിലാണ് കഴിഞ്ഞ ദിവസം സമൂഹത്തിൽ ഇടയാക്കിയത്. ഒരുപാട് ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെയും ദേശീയപാതയുടെയും ഒക്കെ സുരക്ഷ അത് മുൻനിർത്തിയിട്ടാണ് ഏപ്രിൽ 13 സുപ്രീം കോടതി ഈ നിർണായകമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദേശീയപാതകളുടെ ഈ രണ്ടു വശത്തും നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾക്ക് റോഡിൻ്റെ മധ്യഭാഗത്ത് നിന്ന് അഥവാ സെൻട്രൽ ലൈനിൽ നിന്ന് ഒരു ദൂരപരിധി പാലിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ താമസ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് വീട് നിർമ്മിക്കുന്ന റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് റോഡ് സെൻറ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 40 മീറ്റർ ദൂരപരിധി വേണമെന്നാണ് പറയുന്നത്. അളക്കണം, റോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചിട്ട് 40 മീറ്റർ കഴിഞ്ഞിട്ടേ വീട് ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാമല്ലോ, റോഡ് സൈഡിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ 3 മീറ്റർ വിട്ടിട്ടേ റോഡ് പണിയെടുക്കാൻ പാടുള്ളൂ എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ബാക്കി കാലി സ്ഥലം ഇടണം. മതിൽ കെട്ടുകയാണെങ്കിൽ 1.5 മീറ്റർ ഉള്ളിലേക്ക് കയറ്റിയേ മതിൽ കെട്ടാവൂ എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പാലിക്കാറില്ല. പരമാവധി റോഡിലേക്ക് ഇറക്കി കെട്ടാൻ പറ്റൂ എന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ 3 മീറ്റർ ബാക്കിലേക്ക് ഉണ്ടാക്കണമെന്നത് നമ്മൾ പാലിക്കാറുണ്ട്. ആ സ്ഥാനത്ത് റോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് 40 മീറ്റർ മാറിയിട്ട് മാത്രമേ വീടുണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഒരു കച്ചവട സ്ഥാപനം, അതായത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, അതിന് 1 റൂമായാലും ശരി, 9 റൂമായാലും ശരി, 90 റൂമായാലും ശരി, ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 75 മീറ്റർ ദൂരപരിധിയിൽ നിർബന്ധമാണെന്നാണ്. 75 മീറ്ററിനപ്പുറം സെൻട്രൽ ലൈനിൽ നിന്നാണ് റോഡിൻ്റെ അരികിൽ നിന്നല്ല. അങ്ങനെ 75 മീറ്റർ കഴിഞ്ഞിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് വീടുണ്ടാക്കാം. ഈ നിരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകളും 60 ദിവസത്തിനകം ആവശ്യമായിട്ടുള്ള വിജ്ഞാപനങ്ങൾ, ഗസറ്റ് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ഇത്തരമൊരു സുപ്രധാന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതിയെ എത്തിച്ച സംഭവം നിങ്ങൾക്കറിയും. ദാരുണമായിട്ടുള്ള ഒരു വാഹനാപകടത്തിൻ്റെ പശ്ചാത്തലമാണ്. 2025 നവംബർ 2, 3 തീയതികളിലായിട്ട് തെലങ്കാനയിലെ ദേശീയപാതകളിൽ 34 മനുഷ്യരുടെ മരണത്തിനിടയാക്കിയ വലിയൊരു ദുരന്തം ഉണ്ടായി. ഈ ഭീകര ദുരന്തം, ഈ ഭീകര അപകടത്തെ തുടർന്ന് സുപ്രീം കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള കേസാണ്. ദേശീയപാതകളോട് അമിതമായി ചേർന്ന്, അതായത് ഈ പറഞ്ഞ രീതിയിലും കണ്ട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന കെട്ടിടങ്ങൾ അത് പറ്റില്ല. അശാസ്ത്രീയമായ ഭൂവിനിയോഗം അതും പറ്റില്ല. അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നു അതൊക്കെ എന്നുള്ള വിലയിരുത്തൽ. അതുകൊണ്ടാണ് റോഡിൽ നിന്നുള്ള ദൂരനിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതുണ്ടോ? സുപ്രീം കോടതിയുടെ ഈ മാർഗരേഖകൾ നേരിട്ട് പ്രാബല്യത്തിൽ വരുന്നതിന് പകരം, അതായത് സംസ്ഥാന സർക്കാരുകൾ ഇവ എല്ലാം പരിശോധിച്ചിട്ട് ഔദ്യോഗികമായിട്ട് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം. കേരളത്തിൽ ഇത് സംബന്ധിച്ച് പ്രത്യേക നടപടികളോ അല്ലെങ്കിൽ പുതിയ ചട്ട ഭേദഗതികളോ ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിലവിലുള്ള ബിൽഡിംഗ് റൂൾസ് പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു തടസ്സമില്ലാതെ തുടരാം എന്നതാണ് ഇന്നത്തെ സ്ഥിതി. മാറ്റമൊന്നുമില്ല. ഈ ഉത്തരവ് സുപ്രീം കോടതി ഇട്ടു എന്ന് കരുതിക്കാണ്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു സ്ഥിതിക്ക് അപ്പുറത്തേക്ക് മാറ്റണോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക നയരൂപീകരണം, നിയമപരമായിട്ടുള്ള വിജ്ഞാപനങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം മാത്രമേ പുതിയ ദൂരപരിധികൾ നമ്മുടെ നാട്ടിൽ ബാധകമാവുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിക്കോ. ഇപ്പോൾ 3 മീറ്റർ പരിധി വിട്ടിട്ട് നിങ്ങൾ വീടുണ്ടാക്കിക്കോ. പിന്നെ മുന്നിൽ പാർക്കിനും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥലം വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കിയോ. അതെല്ലാം ഉണ്ടാക്കി അങ്ങോട്ട് പരിപാടി നടത്തിക്കോ. ഇപ്പോഴാണെങ്കിൽ ഇത് ബിൽഡിംഗ് ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി നാളെ ഇനി ഹൈവേ വികസനത്തിനായി പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാശ് അവർ അറേഞ്ച് ചെയ്തോളൂ. ഇതുവരെ ഉള്ളതിന് കൊടുത്തിട്ടുണ്ടല്ലോ. കേരളത്തിലെ ഹൈവേ വികസനം ഇത്ര പെട്ടെന്ന് NH66 പണി ഇത്ര വികസിച്ച് പോയത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്ഥലമെടുക്കലിൽ പൊന്നും വില കൊടുത്ത ഒരു സ്ഥലമെടുത്ത് കൊടുത്തോണ്ടല്ലേ. ആ സ്ഥലം കിട്ടിയത് കൊണ്ടല്ലേ. ആ സ്ഥലം കിട്ടാൻ കാരണം അതിന് പൊന്നും വില കൊടുത്തത് കൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ബിൽഡിങ് ഈ ഒരു സൗകര്യം അനുസരിച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അതിന് പൊന്നും വില കിട്ടിക്കോളും, സാരമില്ല. അതുകൊണ്ട് അത്തരത്തിൽ ആശങ്കകൾ ഇപ്പോൾ തൽക്കാലം ഇല്ല. നമ്മുടെ കേരളത്തിൽ പുതിയ റൂൾസോ മറ്റു കാര്യങ്ങളോ അമെൻമെൻറ്റോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാം. ആശങ്ക എന്ന് പറയുന്നത് ഇനി വരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. അതുവരെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവരുണ്ടായിക്കോളി. പിന്നെ അത് കഴിഞ്ഞ് വന്നവർക്ക് റോഡ് സൈഡിന് അത് കഴിഞ്ഞിട്ട് പറ്റൂല എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യക്കാർ ഇപ്പോൾ തന്നെ ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് ആശങ്ക വേണ്ട. പക്ഷേ ഇത്തരത്തിലൊരു ഗ്യാപ്പ് ഇടുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഭാവിയിൽ ഒരു വലിയൊരു വികസനം വരുമ്പോൾ അതിന് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വീടുകളോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ തടസ്സമാകാതിരിക്കാനാണ്. അല്ലാതെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ
ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടില്ല. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല. Different angles. Don't forget to subscribe and support this channel.